നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. ഡി സിനിമാസ് തുറക്കാം. നിർമ്മാണ അനുമതിയിലെ ക്രമക്കേടിനെ തുടർന്ന് നഗരസഭ അടച്ചുപൂട്ടിയ ദിലീപിന്റെ ഡി സിനിമാസ് തുറക്കാമെന്ന് ഹൈക്കോടതി. ഉത്തരവ് ചാലക്കുടി നഗരസഭാ നടപടിക്കെതിരായ ദിലീപിൻ സഹോദരന്റെ ഹർജിയിൽ. അധികൃതരുടെ നടപടി നിയമവിരുദ്ധമെന്നും തിയേറ്റർ പ്രവർത്തിച്ചത് ലൈസൻസോടുകൂടിയെന്നും ഹർജിയിൽ ആരോപണം. തിയേറ്റർ സമുച്ചയം നഗരസഭ അടച്ചുപൂട്ടിയത് നിർമ്മാണ അനുമതിയിൽ ക്രമക്കേടുണ്ടെന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കെട്ടിട നിർമ്മാണം മുതലുള്ള കാര്യങ്ങൾ ചട്ടവിരുദ്ധമെന്നും ആരോപണം. അതേസമയം തിയേറ്റർ ഭൂമി കയ്യേറിയതല്ലെന്നും ദിലീപിന്റെ കയ്യിലെത്തിയത് പലതവണ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷമെന്നും സർവേ വിഭാഗം കണ്ടെത്തിയിരുന്നു. അതിനിടെ നടി ആക്രമിച്ച കേസിൽ റിമാൻഡ് കാലാവധി പുതുക്കിയതിന് പിന്നാലെ വീണ്ടും പുതിയ ജാമ്യാപേക്ഷയുമായി ദിലീപ്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും നാളെ തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. നേരത്തെ ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ നടത്തിയ വാദങ്ങൾ പുതിയ സാഹചര്യത്തിൽ നിലനിൽക്കാത്തതിനാൽ താരത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിദൂരമല്ലെന്ന നിഗമനം. സഭയിൽ ഇന്നും സ്തംഭനം. ആതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ട് തന്നെയെന്ന് വ്യക്തമാക്കി സർക്കാർ. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതായി വൈദ്യുതി മന്ത്രി എം മണി. വനേതര പ്രവർത്തനങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കാനുള്ള നടപടി പൂർത്തീകരിച്ചെന്നും നിയമസഭയിൽ മന്ത്രി. അതേസമയം ആതിരപ്പള്ളി ഉപേക്ഷിച്ച പദ്ധതിയാണെന്ന് ചാലക്കുടി പുഴ സംരക്ഷണ സമിതി. അതിന്റെ വിലക്കയറ്റത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. സംസ്ഥാനത്ത് വിലക്കയറ്റമില്ലെന്ന മന്ത്രി പി തിലോത്തമനും വില കുറഞ്ഞത് ഐസക്കിന്റെ കോഴിക്ക് മാത്രമെന്ന് പ്രതിപക്ഷവും. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതോടെ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. സംസ്ഥാനത്ത് വില കുറഞ്ഞത് വിവാദങ്ങൾക്ക് മാത്രമെന്ന് ചെന്നിത്തല. GST വന്നപ്പോൾ വില കൂടുമെന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അരിക്കും പല വ്യഞ്ജനങ്ങൾക്കും അടക്കം വില കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം അല്പം വില കൂടിയത് പച്ചക്കറിക്ക് മാത്രം. അരിവില കുറയ്ക്കാനായി സർക്കാർ ഇടപെട്ടു. വിലക്കയറ്റം മൂലം ജനം പൊറുതിമുട്ടുന്നുവെന്ന വാദം ശരിയല്ലെന്നും ഭക്ഷ്യമന്ത്രി. ഗുജറാത്തിൽ പട്ടേൽ അഭിഷേകം. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടേലിന്റെ ജയം നൽകിയ രാഷ്ട്രീയ നേട്ടത്തിൽ കോൺഗ്രസും പാളിപ്പോയ കരുനൂക്കത്തിന്റെ നാണക്കേടിൽ BJPയും. അർദ്ധരാത്രി കടന്ന നാടകീയതകൾക്കൊടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ പ്രവേശം 5ാം വട്ടം. BJPക്ക് തിരിച്ചടിയായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനവും സ്വന്തം പാളയത്തിലെ അപ്രതീക്ഷിത കൂറുമാറ്റവും. കൂറുമാറി 2 കോൺഗ്രസ് MLA-മാരുടെ വോട്ട് റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത് അർദ്ധരാത്രിയോടെ. ജയിക്കാൻ വേണ്ടിയിരുന്ന വോട്ട് 45-ൽ നിന്നും 44-ലേക്ക് താഴ്ന്നത് വോട്ട് റദ്ദാക്കലിന് ശേഷം. അനിശ്ചിതത്വത്തിന്റെ നൂൽപ്പാലത്തിൽ ആടി നിന്ന പട്ടേലിന് ഒടുവിൽ കിട്ടിയത് BJP അംഗത്തിന്റേതുൾപ്പെടെ കൃത്യം 44 വോട്ടുകൾ. ഇന്നലെ ഉച്ചയോടെ പൂർത്തിയായ പോളിംഗിൽ വോട്ടെണ്ണൽ വൈകിയത് വിമത വോട്ടുകൾ റദ്ദാക്കണമെന്ന കോൺഗ്രസ് ആവശ്യത്തോടെ. വിവാദത്തിന് തിരിതെളിച്ച് BJPക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ് അംഗങ്ങളുടെ ബാലറ്റ് പ്രദർശനം. കോൺഗ്രസിന്റെ ആവശ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ BJP ചെലുത്തിയ സമ്മർദ്ദങ്ങൾ വിഫലം. കുരുക്കു മുറുകുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണത്തിന് പിന്നാലെ ജേക്കബ് തോമസിന്റെ ഭാര്യയുടെ പേരിലുള്ള വനഭൂമി തിരിച്ചുപിടിച്ച് സർക്കാർ. കുടകിലെ 151 ഏക്കർ ഭൂമി ഒഴിപ്പിച്ച് കർണാടക വനം വകുപ്പ്. 18.12 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഇവർ കഴിഞ്ഞ 27 വർഷമായി കൈവശം വെച്ചിരിക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് വാർഷിക ആദായമായി 35 ലക്ഷം രൂപ ലഭിച്ചിരുന്നതായും കണ്ടെത്തൽ. പ്രകോപനവും മുന്നറിയിപ്പും. തുടർച്ചയായ പ്രകോപനങ്ങളിൽ ഉത്തരകൊറിയയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക. വിരട്ടാൻ നോക്കിയാൽ ഉത്തരകൊറിയ പാഠം പഠിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുന്നറിയിപ്പ്: ആണവ മിസൈലുകൾ സജ്ജമാക്കുന്നതിൽ ഉത്തരകൊറിയ ബഹുദൂരം മുന്നോട്ട് പോയെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കിം ജോങ് ഉൻ ലോകത്തിന് ഭീഷണിയെന്നും ട്രംപ്. അതേസമയം അമേരിക്കൻ മുന്നറിയിപ്പിന് അതേ ഭാഷയിൽ മറുപടിയുമായി ഉത്തരകൊറിയ. US സൈനിക താവളമായ ഗുമാവിന് നേരെ ആക്രമണം നടത്തുമെന്ന പ്രഖ്യാപനം. ഇരു രാജ്യങ്ങൾക്കിടയിലും വീണ്ടും വാഗ്വാദമുണ്ടായത് ഉത്തരകൊറിയയിൽ നിന്നുള്ള കയറ്റുമതി ഐക്യരാഷ്ട്രസഭ വിലക്കിയതിന് പിന്നാലെ. ഉത്തരകൊറിയ അണുബോംബിന്റെ ചെറുരൂപം വികസിപ്പിച്ചതായും റിപ്പോർട്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.